പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം. 1 പത്രോസ് അധ്യായം 1. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസിൽ നിന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, ബിഥുന്യ എന്നീ ദേശങ്ങളിൽ വീട്ടിൽ നിന്ന് ചിതറി അകന്ന് നിൽക്കുന്നവരുമായവർക്ക്, തന്റെ വിശുദ്ധ ജനമാകേണ്ടതിലേക്കായി നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ പിതാവായ ദൈവം നേരത്തെ തന്നെ പദ്ധതിയിട്ടു. നിങ്ങളെ വിശുദ്ധീകരിക്കുക പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. നിങ്ങൾ ദൈവത്തെ അനുസരിക്കണമെന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു. കൃപയും സമാധാനവും കൂടുതൽ കൂടുതൽ നിങ്ങളുടേതാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവന് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ ഉന്നത കരുണയാൽ അവൻ നമുക്ക് ഒരു പുതുജീവൻ നൽകി. ഈ പുതുജീവൻ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നുള്ള ഉദ്ധാനം വഴി ഒരു ജീവനുള്ള പ്രത്യാശ തന്നു. ഇപ്പോൾ നാം ദൈവത്തിന് തന്റെ മക്കൾക്കായിട്ടുള്ള ആശിസ്സുകൾക്ക് പ്രത്യാശിക്കുന്നു. അവയത്രയും സ്വർഗത്തിൽ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടാനോ ക്ഷയിക്കാനോ സൗന്ദര്യം നഷ്ടപ്പെടാനോ സാധ്യമല്ല. നിങ്ങളുടെ രക്ഷ പൂർത്തിയാകും വരെ ദൈവശക്തി നിങ്ങളുടെ വിശ്വാസം വഴി നിങ്ങളെ കാത്തുരക്ഷിക്കും. നിങ്ങൾക്ക് തരാനായി ഒരുക്കി വച്ചിട്ടുള്ള രക്ഷ അന്ത്യകാലത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ഇതു നിങ്ങളെ സന്തുഷ്ടരാക്കുന്നു. എന്നാൽ ഇപ്പോൾ അല്പകാലത്തേക്ക് നാനാ വിഷമതകൾ നിങ്ങളെ ദുഃഖിപ്പിക്കും. എന്തുകൊണ്ടാണ് ഈ വിഷമതകൾ ഉണ്ടാകുന്നത്? നിങ്ങളുടെ വിശ്വാസം ശുദ്ധിയുള്ളതെന്ന് തെളിയുന്നതിനു വേണ്ടിയാണ്. വിശ്വാസത്തിന്റെ ശുദ്ധത സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാണ്. തീ കൊണ്ട് സ്വർണം ശുദ്ധമാണെന്ന് തെളിയിക്കാമെങ്കിലും സ്വർണം ക്ഷയിക്കും. വിശ്വാസശുദ്ധി യേശുക്രിസ്തു വരുമ്പോൾ നിങ്ങൾക്ക് അഭിനന്ദനവും മഹത്വവും കൊണ്ടുവരും. നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി ഇപ്പോഴും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു. അവനിലുള്ള വിശ്വാസത്തിൽ നിന്ന് സിദ്ധിക്കുന്ന വലുതും മഹത്വമേറിയതുമായ സന്തോഷം വെറും വാക്കുകളാൽ വിവരിക്കുക അസാധ്യം. നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നതാണ് ആ ലക്ഷ്യം. ആ അന്തിമ ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. അത് നിങ്ങളുടെ രക്ഷയാണ്. ഈ രക്ഷയെക്കുറിച്ച് ശ്രദ്ധാപൂർവം പഠിക്കുകയും ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രവാചകർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൃപയെപ്പറ്റിയും സംസാരിച്ചു. ക്രിസ്തുവിന്റെ ആത്മാവ് ആ പ്രവാചകരിൽ ഉണ്ടായിരുന്നു. ആ ആത്മാവ് ക്രിസ്തു അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെക്കുറിച്ചും അവയ്ക്കു ശേഷം കൈവരുന്ന മഹത്വത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. ആ പ്രവാചകർ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നവ ഗ്രഹിക്കാൻ ശ്രമിച്ചു. ഈ കാര്യങ്ങളൊക്കെ എപ്പോൾ സംഭവിക്കുമെന്നും ആ സമയത്ത് ലോകം എങ്ങനെയായിരിക്കുമെന്നും മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. പ്രവാചകർക്കു വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയല്ല അവരുടേതെന്ന് അവർക്ക് വെളിവാക്കിയിരുന്നു. പ്രവാചകർ നിങ്ങളെയാണ് സേവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ കേട്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ നിങ്ങളെ സേവിക്കുക മാത്രമായിരുന്നു. നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചവർ സ്വർഗത്തിൽ നിന്നും അയച്ച പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞ ആ കാര്യങ്ങൾ ദൂതന്മാർ വരെ അറിയാൻ ആഗ്രഹിച്ചവയാണ്. സേവനത്തിന് നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കുന്നതോടൊപ്പം ആത്മസംയമനം പാലിക്കുകയും ചെയ്യുവിൻ. യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ തീർത്തും നിങ്ങളുടേതാകുന്ന ആ കൃപാദാനത്തിലായിരിക്കണം നിങ്ങളുടെ പൂർണ്ണ പ്രത്യാശ. മുൻകാലത്ത് ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ദുഷ്കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അനുസരണമുള്ള മക്കളാണ്. അതുകൊണ്ട് പണ്ട് ജീവിച്ചിരുന്നത് പോലെ ജീവിക്കരുത്. പകരം ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ശുദ്ധിയുള്ളവരാകുവിൻ. നിങ്ങളെ വിളിച്ചത് ദൈവം ഒരുവനാണ്. ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവനെ പിതാവെന്നു വിളിക്കുകയും ചെയ്യുന്നു.
ദൈവം ഓരോരുത്തരുടെയും പ്രവൃത്തിയെ തുല്യമായി വിധിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ പരദേശികളായി ജീവിക്കുമ്പോൾ ദൈവത്തോട് ബഹുമാനമുള്ളവരായിരിക്കുവിൻ. പണ്ട് നിങ്ങൾ നിഷ്ഫലമായ രീതിയിലാണ് ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരിൽ നിന്നുമാണ് ആ ജീവിത രീതി നിങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ അത്തരം ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. ക്ഷയിച്ചു പോകുന്ന സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല നിങ്ങളെ വാങ്ങിയത്, പിന്നെയോ ക്രിസ്തുവിന്റെ ശുദ്ധവും പൂർണവുമായ ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ് നിങ്ങളെ വാങ്ങിയത്. ലോകത്തിന് അടിത്തറയിടുന്നതിനു മുമ്പേ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഈ അവസാന നാളുകളിൽ നിങ്ങൾക്കായാണ് അവനെ വെളിവാക്കിയത്. ക്രിസ്തു വഴി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു. പിന്നെ ദൈവം അവന് മഹത്വം നൽകി. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലാണ്. സത്യത്തെ അനുകരിക്കുക വഴി നിങ്ങൾ സ്വയം ശുദ്ധരായി. ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കായി യഥാർത്ഥ സ്നേഹം ഉള്ളവരാകണം. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അഗാധമായി പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. മരിക്കുന്ന ഒന്നിൽ നിന്നും ഈ പുതുജീവൻ വരില്ല. അമർത്യനായ ഒന്നിൽ നിന്നേ അത് വരൂ. എന്നും ജീവിക്കുന്നതും എന്നും തുടരുന്നതുമായ ദൈവത്തിന്റെ ആ സന്ദേശം വഴിയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ, ആരും എന്നേക്കും ജീവിക്കുന്നില്ല, ഏവരും പുല്ലുപോലെയും അവരുടെ മഹത്വം പൂ പോലെയുമാണ്. പുല്ലു കരിയുന്നു, പൂവ് കൊഴിയുന്നു, പക്ഷേ ദൈവവചനം എന്നേക്കും നിലനിൽക്കും. ഇതാണ് നിങ്ങളോട് പറഞ്ഞ വചനവും. 1 പത്രോസ് അധ്യായം 2. അതുകൊണ്ട് അന്യരെ പീഡിപ്പിക്കാതിരിക്കുക, നുണ പറയരുത്, നാട്യവും അസൂയയും മറ്റുള്ളവരെ പറ്റി തിന്മ പറയുന്നതും ഉപേക്ഷിക്കുക. നവജാത ശിശുക്കളെ പോലെ ആകുവിൻ. നിങ്ങളുടെ ആത്മാവിനെ തീറ്റിപ്പോറ്റുന്ന ശുദ്ധമായ പാലുപോലെയുള്ള ഉപദേശത്തിനു വേണ്ടി വിശക്കുന്നവരാകുവിൻ. അത് കുടിച്ച് നിങ്ങൾക്ക് വളരുകയും രക്ഷപ്പെടുകയും ചെയ്യാം. കർത്താവിന്റെ നന്മ നിങ്ങൾ നേരത്തെ തന്നെ അനുഭവിച്ചറിഞ്ഞതാണല്ലോ. ജീവിക്കുന്ന ശിലയാണ് കർത്താവായ യേശു. ഈ ലോകത്തിലെ ജനങ്ങൾ ആ കല്ലിനെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത ശിലയാണവൻ. ദൈവത്തിന് അവൻ അമൂല്യനാണ്. അതുകൊണ്ട് അവന്റെ അടുക്കലേക്ക് വരിക. നിങ്ങളും ജീവിക്കുന്ന ശിലകൾ പോലെയാണ്. ദൈവം സ്വീകരിക്കുന്ന ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ പുരോഹിതരാകാനായി ഒരു ആത്മീയ ആലയം പണിയപ്പെടാനായി നിങ്ങൾ ഉപയോഗിക്കപ്പെടട്ടെ. ആ ബലികൾ നിങ്ങൾ യേശുക്രിസ്തു വഴി നൽകുക. തിരുവെഴുത്ത് പറയുന്നു, നോക്കൂ, ഞാൻ ഒരു അമൂല്യമായ മൂലക്കല്ലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ കല്ലിനെ ഞാൻ സിയോനിൽ നിക്ഷേപിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരിക്കലും നിരാശനാകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ ശില ഏറെ വിലയുള്ളതാകും. വിശ്വസിക്കാത്തവർക്ക് അവൻ ഇങ്ങനെയാണ്. ശില്പികൾ അവർക്ക് വേണ്ടെന്ന് തീരുമാനിച്ച ആ കല്ല് ഏറ്റവും പ്രധാനമായ ശിലയായി. അവിശ്വാസികൾക്ക് അവൻ ഇടറാനുള്ള കല്ലും ജനങ്ങൾക്ക് വീഴുവാനുള്ള കല്ലുമാണ്. ജനങ്ങൾ ഇടറും, കാരണം അവർ ദൈവത്തോട് അനുസരണക്കേടുള്ളവരാണ്. അനുസരണക്കേടുള്ളവർ വീഴണമെന്ന് ദൈവം പദ്ധതിയിട്ടു. അവരെ വീഴ്ത്താനുള്ള പാറയാണ് അവൻ. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ രാജപുരോഹിതരാണ്. നിങ്ങൾ ഒരു വിശുദ്ധ ജനമാണ്. നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. ദൈവം ചെയ്ത അത്ഭുത കാര്യങ്ങൾ പറയുവാനായാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അവൻ ഇരുട്ടിൽ നിന്നും അത്ഭുതാവഹമായ വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. ഒരിക്കൽ നിങ്ങൾ ജനമല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ ജനം. പണ്ട് കരുണ ഒരിക്കലും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ദൈവത്തിൽ നിന്നും കരുണ കിട്ടിയിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ലോകത്തിലെ അപരിചിതരെയും സന്ദർശകരെയും പോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല ദുഷ്ട ആഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആത്മാവിനെതിരെ യുദ്ധം ചെയ്യും. അവിശ്വാസികളാണ് നിങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നത്. അവർ പറഞ്ഞേക്കാം നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് നല്ല ജീവിതം ജീവിക്കുക. അപ്പോൾ അവർ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ കണ്ട് ദൈവത്തിന് അവൻ വരുന്ന ആ ദിവസത്തിൽ സ്തുതി അർപ്പിക്കും. കർത്താവിനു വേണ്ടി ഈ ലോകത്തിൽ അധികാരം ഉള്ളവരെ അനുസരിക്കുക. ഉന്നതാധികാരിയായ രാജാവിനെ അനുസരിക്കുക. രാജാവ് അയക്കുന്ന ഭരണ നേതാക്കളെയും അനുസരിക്കുക. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുവാനും നന്മ ചെയ്തവരെ പുകഴ്ത്താനുമാണ് അവരെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കെതിരെ അസംബന്ധങ്ങൾ പറയുന്നതിന് വിഡ്ഢികൾക്ക് അവസരം ലഭിക്കുന്നില്ല. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രരെ പോലെ ജീവിക്കുക. എന്നാൽ ദുഷ്ടത ചെയ്യാനുള്ള ഒരു ഒഴികഴിവായി ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കരുത്. ദൈവത്തിന് സേവനം ചെയ്യും പോലെ ജീവിക്കുക. എല്ലാവരോടും ആദരവ് കാണിക്കുക. ദൈവ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളെയും സ്നേഹിക്കുക. ദൈവത്തെ ഭയക്കുകയും രാജാവിനെ മാനിക്കുകയും ചെയ്യുക. അടിമകളെ അർഹിക്കുന്ന ബഹുമാനത്തോടെ നിങ്ങളുടെ ഉടമകളുടെ അധികാരം സ്വീകരിക്കുക. സകല ബഹുമാനത്തോടും ഇത് ചെയ്യുക. നല്ലവനും ദയാലുവുമായ ഉടമയെയും ചീത്ത ഉടമയെയും അനുസരിക്കണം. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഒരുവൻ കഷ്ടത സഹിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ആ മനുഷ്യൻ ദൈവത്തെ വിചാരിച്ച് അത് ക്ഷമാപൂർവം സഹിക്കുകയാണെങ്കിൽ അത് ദൈവത്തെ പ്രീതനാക്കും. എന്നാൽ തെറ്റിന് ശിക്ഷിക്കപ്പെട്ടാൽ ശിക്ഷ സഹിക്കുന്നതിൽ നിങ്ങളെ പ്രശംസിക്കുന്നതിന് കാരണമില്ല. എന്നാൽ നന്മ ചെയ്യുന്നതിനു വേണ്ടി സഹിക്കുകയും സഹനത്തിൽ ക്ഷമയുള്ളവനാകുകയും ചെയ്താൽ അത് ദൈവത്തെ പ്രീതനാക്കും. ഇതിനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പിന്തുടരുന്നതിനായി ക്രിസ്തു ഒരു മാതൃക തന്നു. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. കഷ്ടം സഹിക്കുമ്പോൾ ക്ഷമാശീലരാകണം. കാരണം ക്രിസ്തു നിങ്ങൾക്കായി കഷ്ടം സഹിച്ചു. അവൻ പാപമൊന്നും ചെയ്തില്ല, ഒരു ചതിവും അവന്റെ നാവിൽ കണ്ടെത്തിയില്ല. ജനങ്ങൾ ക്രിസ്തുവിനോട് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും അവൻ അവരോട് മോശമായതൊന്നും പറഞ്ഞില്ല. ക്രിസ്തു കഷ്ടം സഹിച്ചുവെങ്കിലും അവൻ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയില്ല. അതെ, തന്റെ രക്ഷ ക്രിസ്തു ദൈവത്തെ ഏൽപ്പിച്ചു. നീതിയോടെ വിധിക്കുന്ന ഒരുവൻ ദൈവമാണ്. കുരിശിലേറുക വഴി നമ്മുടെ പാപങ്ങൾ ക്രിസ്തു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. പാപത്തിനു വേണ്ടി ജീവിക്കുന്നത് നിർത്തി. നീതിക്കായി ജീവിക്കാൻ വേണ്ടി അവൻ ഇത് ചെയ്തു. അവന്റെ മുറിവാൽ നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു. വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ പോലെയായിരുന്നു നിങ്ങൾ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ സംരക്ഷകനായ ഇടയനിലേക്ക് നിങ്ങൾ തിരികെ വന്നിരിക്കുന്നു. 1 പത്രോസ് അധ്യായം 3. ഇതുപോലെ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താവിന്റെ അധികാരത്തെ സ്വീകരിക്കണം. അപ്പോൾ നിങ്ങളിൽ ചിലരുടെ ദൈവകൽപ്പനകളെ അനുസരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഭർത്താക്കന്മാർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ പ്രേരിതരാകും. നിങ്ങൾക്ക് ഒന്നും പറയേണ്ടതായി വരില്ല. ഭാര്യയുടെ സജ്ജീവിതത്താൽ അവർ പ്രേരിതരാകും. ദൈവാദരത്താൽ നിങ്ങൾ നയിക്കുന്ന നിർമ്മലമായ ജീവിതം അവരിൽ മതിപ്പുളവാക്കും. നിങ്ങളുടെ സൗന്ദര്യം ആകർഷകമായ കേശാലങ്കാരത്തെയോ സ്വർണ്ണാഭരണത്തെയോ മോടിയുള്ള വസ്ത്രങ്ങളെയോ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. അതെ, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സൗമ്യതയും ശാന്തതയുമുള്ള സ്വഭാവമാണ്. അത് ഒരിക്കലും അപ്രത്യക്ഷമാകില്ല. അത് ദൈവത്തിന് വിലയേറിയതാണ്. അത് പണ്ട് ജീവിച്ചിരുന്ന ദൈവാനുസരണമുള്ള വിശുദ്ധ സ്ത്രീകളെ പോലെയാണ്. ഇതേ മാർഗം തന്നെ അവരും സ്വയം സ്വീകരിച്ചു. സൗന്ദര്യമുള്ളവരായി ഭർത്താവിന്റെ അധികാരത്തെ അവരും അംഗീകരിച്ചു. ഞാൻ സാറയെ പോലുള്ള സ്ത്രീകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവൾ തന്റെ ഭർത്താവായ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിക്കുകയും അനുസരിക്കുകയും ചെയ്തു. എപ്പോഴും ഭയമില്ലാതെ ശരിയായത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സാറയുടെ യഥാർത്ഥ മക്കളാണ്. അതുപോലെ ഭർത്താക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് കൂടി പരസ്പര ധാരണയിലുള്ള ഒരു ജീവിതം നയിക്കണം. നിങ്ങൾ ഭാര്യയോട് ആദരവ് കാട്ടണം. അവർ നിങ്ങളെക്കാൾ ശക്തി കുറഞ്ഞവരാണ്. എന്നാൽ ദൈവം നിങ്ങൾക്ക് തരുന്ന അതേ അനുഗ്രഹം തന്നെ നിങ്ങളുടെ ഭാര്യമാർക്കും നൽകുന്നു. യഥാർത്ഥ ജീവൻ
പകർന്നു തരുന്ന ആ കൃപ യാതൊന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ കുഴപ്പത്തിലാക്കാതിരിക്കേണ്ടതിന് ഈ കാര്യങ്ങൾ ചെയ്യുവിൻ. അതുകൊണ്ട് നിങ്ങളെല്ലാം സമാധാനത്തിൽ ജീവിക്കുക, പരസ്പരം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക, സഹോദരരെ പോലെ പരസ്പരം സ്നേഹിക്കുക, ദയാശീലരും വിനീതരും ആകുക. നിങ്ങളോട് ദുഷ്ടത കാട്ടുന്നവരോട് പകരമായി ദുഷ്ടത ചെയ്യരുത്. നിങ്ങളെ ചീത്ത പറഞ്ഞവനോട് പകരമായി ദുർഭാഷണം നടത്തരുത്. പകരം അവനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് പറയുക. നിങ്ങളെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാ മാർഗത്തിലൂടെയും ഇങ്ങനെ ചെയ്യുക. തിരുവെഴുത്ത് പറയുന്നു, ജീവനെ സ്നേഹിക്കുകയും സൽദിനങ്ങൾ ആസ്വദിക്കാൻ കാക്ഷിക്കുകയും ചെയ്യുന്നവൻ ദോഷം സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും നുണ പറയുന്നത് നിർത്തുകയും വേണം. അവൻ സമാധാനം കാക്ഷിക്കുകയും അതിൽ തുടരുകയും വേണം. ദുഷ്കർമ്മം നിർത്തി നല്ലത് ചെയ്യുന്നവനാകണം. നീതിമാന്മാരെ കർത്താവ് കാണുകയും അവരുടെ പ്രാർത്ഥനകളെ കർത്താവ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദുഷ്കർമ്മികൾക്കെതിരാണ് കർത്താവ്. എപ്പോഴും നന്മ ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരുവനും നിങ്ങളെ ഒരു വിധത്തിലും ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ നന്മ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അനുഗ്രഹീതരാകും. നിങ്ങളെ ക്ലേശിപ്പിക്കുന്നവരെ പേടിക്കുകയോ അവരെ ഓർത്ത് ആകുലപ്പെടുകയോ വേണ്ട. എന്നാൽ കർത്താവായ ക്രിസ്തുവിനോടുള്ള ബഹുമാനം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരിക്കുവാൻ ആവശ്യപ്പെടുന്നവന് മറുപടി കൊടുക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക. അത്തരം ആൾക്കാരോട് ശാന്തമായും ആദരവോടും സംസാരിക്കണം. എപ്പോഴും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കണം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവർ ലജ്ജിതരാകും. ക്രിസ്തുവിൽ നിങ്ങൾ നന്നായി ജീവിക്കുന്നതിനെ പറ്റിയാണ് അവർ ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ചീത്ത കാര്യങ്ങൾ കൊണ്ട് അവർ ലജ്ജിതരാകും. തിന്മ ചെയ്യുന്നതിനേക്കാൾ നന്മ ചെയ്ത് കഷ്ടം സഹിക്കുന്നതാണ് നല്ലത്. അതെ, ദൈവം അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഏറെ നല്ലതാണ്. ക്രിസ്തു നിങ്ങൾക്കായി മരിച്ചു. ആ ഒറ്റ മരണം നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം കൊടുത്തു. അവൻ നീതിമാനായിരുന്നുവെങ്കിലും പാപികൾക്ക് വേണ്ടി മരിച്ചു. നിങ്ങളെ എല്ലാവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരാനാണ് അവൻ ഇത് ചെയ്തത്. അവന്റെ ബാഹ്യ ശരീരത്തെ കൊന്നുവെങ്കിലും ആത്മാവിൽ അവന്റെ ജീവൻ നിലനിർത്തി. ആ ആത്മാവിൽ അവൻ തുറുങ്കിലെ ആത്മാക്കളോട് പ്രഘോഷിച്ചു. അവർ ദൈവത്തെ അനുസരിക്കാൻ കൂട്ടാക്കാതിരുന്നു. നോഹ പെട്ടകം ഉണ്ടാക്കിയിരുന്ന നാളുകളിൽ ദൈവത്തെ അനുസരിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകളുടെ ആത്മാക്കളായിരുന്നു അത്. ദൈവത്തിന്റെ ക്ഷമാപൂർവമായ കാത്തുനിൽപ്പിനും ഫലമുണ്ടായില്ല. വെറും 8 പേർ മാത്രം ആ പെട്ടകം മൂലം രക്ഷപ്പെട്ടു. അവർ വെള്ളത്താലാണ് രക്ഷപ്പെട്ടത്. ആ ജലം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്ന ജ്ഞാനസ്നാനം പോലെയാണ്. അത് സ്നാനത്തിനൊരു മുൻകുറി. ദേഹത്തിൽ നിന്നുള്ള അഴുക്ക് കഴുകുന്നതല്ല ജ്ഞാനസ്നാനം. ദൈവത്തോടുള്ള ഒരു നിർമ്മല ഹൃദയം ആവശ്യപ്പെടുന്നതാണ് ജ്ഞാനസ്നാനം. ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തതുകൊണ്ട് അത് നിങ്ങളെ രക്ഷിക്കും. ഇപ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്താണ്. അവൻ ദൂതന്മാരെയും അധികാരികളെയും ശക്തികളെയും ഭരിക്കുന്നു. 1 പത്രോസ് അധ്യായം 4. ക്രിസ്തു അവന്റെ ശരീരത്തിലായിരിക്കവേ കഷ്ടം സഹിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിനുണ്ടായ വിചാരങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബലപ്പെടുത്തണം. ശരീരത്തിൽ കഷ്ടം സഹിച്ചവനാരോ അവൻ പാപം ഉപേക്ഷിച്ചിരിക്കുന്നു. ജനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ദുഷ്ടത ചെയ്യാതെ ദൈവം ആഗ്രഹിക്കുന്നവ ഈ ഭൂമിയിൽ ജീവിക്കും കാലത്തോളം ചെയ്യുവാൻ നിങ്ങളെ തന്നെ ബലപ്പെടുത്തുവിൻ. കഴിഞ്ഞ കാലങ്ങളിൽ അവിശ്വാസികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സമയം പാഴാക്കിയിരുന്നു. നിങ്ങൾ ലൈംഗിക പാപങ്ങൾ ചെയ്യുകയായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചും ദുഷ്ടത ചെയ്തും മദ്യസൽക്കാരങ്ങളിൽ ഏർപ്പെട്ടും വന്യവും നിഷ്പ്രയോജനവുമായ ആഘോഷങ്ങൾ നടത്തിയും നിങ്ങൾ മത്തരാകുകയായിരുന്നു. അവിശ്വാസികൾ ചെയ്യുന്ന പല വന്യവും നിഷ്ഫലവുമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് അസാധാരണമെന്ന് ചിന്തിക്കുകയും ചീത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു.
ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തയ്യാറായിരിക്കുന്ന ദൈവമുമ്പാകെ അവരെപ്പറ്റി തന്നെയുള്ള കണക്ക് അവർ ബോധിപ്പിക്കേണ്ടതായി വരും. എന്തുകൊണ്ടെന്നാൽ മരിച്ചുപോയവരോടും അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുവിശേഷം അറിയിച്ചിരുന്നു. ഇപ്പോൾ മരിച്ചവരോടും സുവിശേഷം പ്രസംഗിച്ചു. കാരണം എല്ലാവരെയും പോലെ അവരും സമമായി വിധിക്കപ്പെടേണ്ടതാണ്. അവർ ജീവിച്ച കാലത്ത് ചെയ്തവയെ കണക്കിലെടുത്ത് അവരെ വിധിക്കും. എന്നാൽ അവരോട് ദൈവം ജീവിക്കുന്നത് പോലെ ആത്മാവിൽ ജീവിക്കാൻ സുവിശേഷം പ്രസംഗിച്ചു. എല്ലാം അവസാനിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് സുബോധവും സ്വയനിയന്ത്രണവും കാത്തു സൂക്ഷിക്കുക. ഇത് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ സഹായിക്കും. പരസ്പരം അഗാധമായി സ്നേഹിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. സ്നേഹം അനേക പാപങ്ങളെ മറയ്ക്കും. പരാതി കൂടാതെ നിങ്ങളുടെ ഭവനങ്ങൾ പരസ്പരം പങ്കുവെക്കുക. നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരാത്മീക വരം ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദൈവം തന്റെ കൃപ പല വിധത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ നല്ല ദാനങ്ങളെ ഉപയോഗിക്കാൻ ചുമതലയുള്ള ദാസന്മാരെ പോലെയാണ് നിങ്ങൾ. അതുകൊണ്ട് നല്ല ദാസന്മാരായി നിങ്ങളുടെ ദൈവദത്തമായ കഴിവുകൾ അന്യോന്യം സേവനത്തിനായി ഉപയോഗിക്കുക. സംസാരിക്കുന്നവൻ ദൈവത്തിൽ നിന്നുള്ള വചനം സംസാരിക്കണം. സേവനം ചെയ്യുന്നവൻ ദൈവം നൽകിയ കരുത്തുകൊണ്ട് സേവനം ചെയ്യട്ടെ. എല്ലാ കാര്യത്തിലും യേശുക്രിസ്തു വഴി ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്നതിന് നിങ്ങൾ ഇത് ചെയ്യുവിൻ. പ്രതാപവും മഹത്വവും എന്നും എന്നേക്കും അവനുള്ളതാകട്ടെ. ആമേൻ. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ സഹിക്കുന്ന വേദനാജനകമായ കാര്യങ്ങളെക്കുറിച്ച് അമ്പരക്കരുത്. അത് നിങ്ങളുടെ വിശ്വാസത്തിനുള്ള പരീക്ഷയാണ്. അസാധാരണമായ എന്തോ സംഭവിക്കുന്നു എന്ന് വിചാരിക്കരുത്. എന്നാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുകാരാകുന്നു എന്ന് കണ്ട് സന്തോഷിക്കണം. ക്രിസ്തു അവന്റെ മഹത്വം കാണിക്കുമ്പോൾ നിങ്ങൾ സന്തോഷവാന്മാരും ആനന്ദപൂരിതരും ആകും. നിങ്ങൾ ക്രിസ്തുവിന്റെ അനുഗാമികളായതുകൊണ്ട് നിന്ദിതരായാൽ നിങ്ങൾ അനുഗ്രഹീതരാണ്. മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൂടെ ഉള്ളതിനാൽ നിങ്ങൾ അനുഗ്രഹീതരാണ്. അത് ദൈവത്തിന്റെ ആത്മാവാണ്. അന്യരെ ബുദ്ധിമുട്ടിക്കുന്നവനെ പോലെയോ മോഷ്ടാവിനെ പോലെയോ കൊലയാളിയെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റവാളിയെ പോലെയോ ആകരുത്. അത്തരത്തിലുള്ളവർ കഷ്ടം സഹിച്ചേ തീരൂ. പക്ഷേ നിങ്ങൾ ഇക്കാരണത്താൽ ഒരിക്കലും ദുരിതം അനുഭവിക്കരുത്. ഒരു ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ കഷ്ടം സഹിക്കേണ്ടി വരുന്നെങ്കിൽ നിങ്ങൾ ലജ്ജിക്കേണ്ട. ആ നാമത്തിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. വിധി തുടങ്ങുന്നതിന് സമയമായി. ദൈവത്തിന്റെ കുടുംബം മുതലാണ് ആരംഭിക്കുന്നത്. ആ വിധി നമ്മളിലാണ് തുടങ്ങുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? നല്ല ഒരു വ്യക്തിക്ക് രക്ഷ കിട്ടുന്നത് ദുഷ്കരമാണ്. അപ്പോൾ ദൈവത്തിനെതിരായിട്ടുള്ളവനും പാപപൂരിതനും എന്തു സംഭവിക്കും? അതുകൊണ്ട് ദൈവേച്ഛയ്ക്കനുസൃതമായി കഷ്ടം സഹിക്കുന്നവർ തങ്ങളുടെ ആത്മാക്കളെ വിശ്വസ്തനായ സൃഷ്ടാവിൽ ഭരമേൽപ്പിച്ചു. തുടർച്ചയായി സൽക്കർമ്മങ്ങൾ ചെയ്യണം. 1 പത്രോസ് അധ്യായം 5. ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ള മൂപ്പന്മാരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാനും ഒരു മൂപ്പനാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ മഹത്വം ഞാൻ പങ്കുവയ്ക്കും. നിങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട ഈ കൂട്ടത്തിന്റെ സംരക്ഷ ഏൽക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവർ ദൈവത്തിന്റെ അജഗണമാണ്. അങ്ങനെ ചെയ്യുവാൻ നിങ്ങളെ നിർബന്ധിച്ചത് കൊണ്ടല്ല, എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പണം ആഗ്രഹിച്ചല്ല, സേവനം ചെയ്യുന്നതിൽ സന്തോഷമുള്ളതുകൊണ്ട് അത് ചെയ്യുവിൻ. നിങ്ങൾക്ക് ചുമതലപ്പെട്ടവരോട് നിങ്ങൾ ഒരു പരിക്കൻ ഭരണാധികാരിയെ പോലെ യാകരുത്. പകരം നല്ല മാതൃകയുള്ളവരാകുക. പിന്നെ ഭരിക്കുന്ന ഇടയൻ വരുമ്പോൾ നിങ്ങൾക്കൊരു കിരീടം കിട്ടും. അത് മഹത്വപൂർണവും നശിക്കാത്ത സൗന്ദര്യമുള്ളതും ആയിരിക്കും. യുവാക്കളെ, നിങ്ങളോടും എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങൾ മൂപ്പന്മാരുടെ അധികാരത്തെ സ്വീകരിക്കണം. നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ഏറെ വിനീതരാകണം. ദൈവം അഹങ്കാരികൾക്ക് എതിരാണ്, എന്നാൽ
താഴ്മയുള്ളവരുടെ മേൽ വിനീതരിൽ അവൻ കൃപ ചൊരിയുന്നു. ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾക്ക് കീഴെ വിനീതരാകുവിൻ. അപ്പോൾ സമയമാകുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തും. അവൻ നിങ്ങൾക്കു വേണ്ടി കരുതുന്നത് നിങ്ങളുടെ എല്ലാ ആകുലങ്ങളും അവനെ ഏൽപ്പിക്കുക. ശ്രദ്ധാലുക്കളാകുകയും സ്വയം നിയന്ത്രിക്കുകയും ചെയ്യുവിൻ. പിശാചാണ് നിങ്ങളുടെ ശത്രു. മനുഷ്യനെ തിന്നുവാൻ അലറിപ്പാഞ്ഞു നടക്കുന്ന ഒരു സിംഹത്തെ പോലെയാണവൻ. പിശാചിനെ പിന്തുടരാൻ കൂട്ടാക്കാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്കുള്ള അതേ കഷ്ടങ്ങളാണ് ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ സഹോദരീ സഹോദരർ അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതെ, അല്പകാലത്തേക്ക് നിങ്ങൾ കഷ്ടം സഹിക്കും. എന്നാൽ അതിനുശേഷം ദൈവം എല്ലാം ശരിയാക്കും. അവൻ നിങ്ങളെ ബലപ്പെടുത്തും. അവൻ നിങ്ങളെ താങ്ങുകയും വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. എല്ലാ കൃപയും പകരുന്ന ദൈവമാണവൻ. ക്രിസ്തുവിൽ തന്റെ മഹത്വത്തെ പങ്കുവെക്കാൻ അവൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. ആ മഹത്വം എക്കാലത്തേക്കുമായി തുടരും. എല്ലാ ശക്തിയും എന്നും എന്നേക്കും അവന്റേതാണ്. ആമേൻ. ഞാൻ ഈ ചെറുകത്ത് എഴുതിയത് സിൽവാനോസിന്റെ സഹായത്തോടെയാണ്. അവൻ ക്രിസ്തുവിൽ വിശ്വസ്തനായ സഹോദരനാണ് എന്ന് എനിക്കറിയാം. നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ഞാൻ എഴുതിയത്. ഇതാണ് ദൈവത്തിന്റെ ശരിയായ കൃപയെന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിൽ ഉറച്ചു നിൽക്കുക. ബാബിലോണിലെ സഭ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അവരും നിങ്ങളെപ്പോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ എന്റെ മകനായ മർക്കോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഒരു സ്നേഹചുംബനം പരസ്പരം കൊടുക്കുക. ക്രിസ്തുവിലുള്ള എല്ലാവർക്കും സമാധാനം.